പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര. എല്ലാവർക്കും STR മെഡിറ്റേഷനിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ചിലപ്പോൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത്? നമ്മളിൽ മിക്കവരും മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ അഭിപ്രായങ്ങളെ ഗൗരവമായി എടുക്കണം, നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കണം, നമ്മെ മാന്യമായി പരിഗണിക്കണം. എന്നാൽ ഒരു ചോദ്യം നാം സ്വയം ചോദിക്കണം: നാം ആഗ്രഹിക്കുന്ന അതേ ബഹുമാനം മറ്റുള്ളവർക്ക് നൽകാൻ എപ്പോഴും കഴിയുന്നുണ്ടോ? ചിലർക്ക് മറ്റുള്ളവരെ വിമർശിക്കുന്നത് ഒരു ഹരമാണ്. മറ്റു ചിലർക്ക് ആളുകളെ തരം താഴ്ത്തി സംസാരിക്കുന്നത് ഒരു ശൈലിയാണ്. മറ്റുള്ളവരെ അവമതിക്കുന്നത് ഒരു പെരുമാറ്റ പ്രശ്നമാണോ, അതോ മനുഷ്യനെ കാണുന്ന നമ്മുടെ രീതിയുടെ പ്രശ്നമാണോ? ഇവിടെയാണ് യേശു പറഞ്ഞ വിധവയുടെയും നീതിരഹിതനായ ന്യായാധിപന്റെയും ഉപമ നല്ല മനുഷ്യരായി ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ആ ന്യായാധിപനെ കുറിച്ച് യേശു പറയുന്നത് ശ്രദ്ധേയമാണ്. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ന്യായാധിപൻ. അയാൾക്ക് അറിവുണ്ടായിരുന്നു, സ്ഥാനമുണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു, സ്വാധീനമുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും മനുഷ്യരെ ബഹുമാനിക്കാൻ കഴിഞ്ഞില്ല. ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമാണോ? ഇന്ന് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അഭൂതപൂർവമായി വളർന്നു. മനുഷ്യ സമൂഹം പല മേഖലകളിലും മുന്നേറി. പക്ഷേ മനുഷ്യൻ ചന്ദ്രനിലെത്തി, വിവരങ്ങൾ വിരൽ തുമ്പിലെത്തി. പക്ഷേ മനുഷ്യന് മനുഷ്യനായി കാണാനും ബഹുമാനിക്കാനും ഇന്നും മനുഷ്യൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. മനുഷ്യ സമൂഹത്തെ നിരന്തരം പിന്തുടരുന്ന ഒരു ആഴമുള്ള പ്രതിസന്ധിയല്ലേ ഇത്? അതിനാലാണ് യേശു ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത് അയാളുടെ പദവിയെ അല്ല, മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ദൃഷ്ടിയുടെ അഭാവത്തെയാണ്. സ്നേഹമുള്ളവരെ, ധ്യാനാത്മകമായി നോക്കുമ്പോൾ ഈ ന്യായാധിപൻ ജീർണിച്ച മനസ്സിന്റെ പ്രതീകമാണ്. അത്തരം മനസ്സ് യാഥാർത്ഥ്യത്തെ സമഗ്രമായി കാണുന്നില്ല. അതുകൊണ്ടാണ് തൻ്റെ അടുത്തേക്ക് വന്ന വിധവയെ ഒരു വ്യക്തിയായി കാണുന്നതിനു പകരം ഒരു ശല്യമായി കണ്ടത്. ഇവിടെ ഒരു വലിയ മാനസിക സത്യമുണ്ട്. ശല്യം എന്നത് ഒരു വ്യക്തിയെ വിവരിക്കുന്ന വാക്കല്ല, ആ വ്യക്തിയിലൂടെ നമുക്കുണ്ടാകുന്ന അനുഭവത്തെ വിവരിക്കുന്ന വാക്കാണ്. ഒരു മനുഷ്യനെ ശല്യം എന്ന് വിളിക്കുന്ന നിമിഷം ആ വ്യക്തിയെക്കുറിച്ചുള്ള നമ്മുടെ ശ്രദ്ധ കുറയുകയും അയാൾ നമ്മിൽ ഉണ്ടാക്കുന്ന അസൗകര്യത്തിലേക്ക് ശ്രദ്ധ മാറുകയും ചെയ്യുന്നു. മനുഷ്യൻ പിന്നിലേക്ക് പോകുന്നു, പ്രതികരണം മുന്നിലേക്ക് വരുന്നു. ഇത് ന്യായാധിപനിൽ മാത്രം സംഭവിച്ച ഒന്നല്ല. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇത് നിരന്തരം സംഭവിക്കുന്നു. ഒരു വ്യക്തിയുടെ ജാതി മാത്രം കണ്ട് വിലയിരുത്തുന്നു, തൊഴിൽ മാത്രം കണ്ട് ഒരു ധാരണ രൂപപ്പെടുത്തുന്നു, നിറം, ലിംഗം, സാമ്പത്തിക സ്ഥിതി, രാഷ്ട്രീയ നിലപാട്, വിദ്യാഭ്യാസം, ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം കണ്ട് ഒരു മനുഷ്യനെ നിർവചിക്കുന്നു. എന്നാൽ ഒരു മനുഷ്യൻ ഇതിലേതെങ്കിലും ഒന്ന് മാത്രമല്ല, അയാൾ അതിനേക്കാൾ വളരെ വലുതാണ്. ജീർണിച്ച മനസ്സിന്റെ ഒരു പ്രത്യേകത ഇതാണ്. അതൊരു ചെറിയ ഭാഗം എടുത്ത് അതിനെ മുഴുവൻ സത്യമാക്കി മാറ്റുന്നു. ഒരു പരാജയം മാത്രം കണ്ട് ഒരു വ്യക്തിയുടെ മൂല്യം അളക്കുന്നു. ഒരു തെറ്റ് മാത്രം കണ്ട് ഒരു ജീവിതത്തെ വിധിക്കുന്നു. ഒരു അനുഭവം മാത്രം കണ്ട് ഒരാളെ നിർവചിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിധിന്യായങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് കുറച്ചും നമ്മുടെ മനസ്സിനെ കുറിച്ച് കൂടുതലും പറയാൻ തുടങ്ങുന്നു. ന്യായാധിപന്റെ വിധവയെ കുറിച്ചുള്ള വിലയിരുത്തലും അതുതന്നെയായിരുന്നു. അത് വിധവയുടെ മൂല്യം വെളിപ്പെടുത്തിയില്ല, അയാളുടെ മനസ്സ് ലോകത്തെ എങ്ങനെ വായിക്കുന്നു എന്നതാണ് വെളിപ്പെടുത്തിയത്. ഇവിടെയാണ് ധ്യാനത്തിന്റെ പ്രാധാന്യം. ധ്യാനം ശീലമാക്കുമ്പോൾ ഒരു പുതിയ തിരിച്ചറിവ് ക്രമേണ വളരാൻ തുടങ്ങുന്നു. എൻ്റെ ഉള്ളിൽ ഒരു ആഴമുണ്ട്,
എൻ്റെ അസ്തിത്വത്തിന് ഒരു അന്തസ്സുണ്ട്. എൻ്റെ മൂല്യം വെറും നേട്ടങ്ങളെയോ പദവികളെയോ ആശ്രയിച്ചല്ല നിലകൊള്ളുന്നതെന്ന് ഈ തിരിച്ചറിവ് ആഴപ്പെടുമ്പോൾ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നു. ഞാൻ എന്നെ കാണുന്ന രീതിയാണ് മറ്റുള്ളവരെയും കാണുന്ന രീതിയായി മാറുന്നത്. എൻ്റെ ഉള്ളിലെ മഹത്വം തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ അതേ മഹത്വം മറ്റുള്ളവരിലും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അവിടെയാണ് യഥാർത്ഥ ബഹുമാനം ജനിക്കുന്നത്. അപ്പോൾ മനുഷ്യരെ ഉപയോഗിക്കേണ്ട വസ്തുക്കളായി കാണാതെ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളായി കാണാൻ തുടങ്ങുന്നു. പ്രിയ സുഹൃത്തുക്കളെ, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയാത്തത് പലപ്പോഴും ബഹുമാനത്തിന്റെ പ്രശ്നമല്ല, അത് ദൃഷ്ടിയുടെ പ്രശ്നമാണ്. ന്യായാധിപന്റെ പ്രശ്നവും അതുതന്നെയായിരുന്നു. വിധവയെ ഒരു മനുഷ്യ ജീവിതമായി കാണാൻ അയാൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ മനസ്സ് ഉണരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്വന്തം ഉള്ളിലെ മഹത്വം തിരിച്ചറിയുന്ന ഒരാൾ ലോകത്തെ എങ്ങനെ കാണാൻ തുടങ്ങുന്നു? അടുത്ത ഭാഗത്തിൽ നമുക്ക് അത് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാം. നന്ദി.